ഗുഡ് മോർണിംഗ്. ഞാൻ നേരം വെളുത്ത് ഏകദേശം വെളുപ്പാങ്കാലത്ത് സമയം 5:54 കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചെങ്കിൽ തന്നെ. അപ്പോൾ അഞ്ചെങ്കിൽ നമ്മുടെ മൗണ്ട് കാർമൽ വള്ളത്തിൽ തന്നെയാണ്. ആൾക്കാരെല്ലാം റെഡിയായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ മാത്രം വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൂടെ വരാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരിയർ നമ്മൾ കെട്ടടിച്ച് പോയിട്ടുണ്ട്. കാരണം മുതലപ്പുഴി കടക്കുന്നത് വരെ കാരിയർ കെട്ടിയിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. തിരമാലകൾക്കിടയിൽ പെട്ടാലേ ആ ചെറിയ വള്ളത്തിന് പണിയാവും. കാര്യം പിന്നാലെ നിന്ന് വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാരിയർ കെട്ടഴിച്ചിട്ടുണ്ട്. പതുക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം 6:05. അങ്ങനെ നമ്മുടെ മുതലപ്പൊഴി നമ്മൾ പൂത്രയാണ് നമ്മളെ വള്ളവും കാര്യങ്ങളെല്ലാം കെട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോട്ടെത്തി. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൂടെ വരുന്ന ആൾക്കാരാണ്. ഇത് നോക്കണേ, ചിറഞ്ഞ് നോക്കി അടിക്കുന്നു. ആള് ചിറഞ്ഞ് നോക്കി അടിക്കുന്നു. ആള് ചിറഞ്ഞ് നോക്കി അടിക്കുന്നു. അതെന്താ പലരും ചോദിക്കാറുണ്ട്, മുതലപ്പൊഴിയിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഈ പൊഴീനെ കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഞാൻ കയറി പോകുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നമ്മൾ എത്രമാത്രം വള്ളങ്ങളാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് നിലവിൽ. ഇന്ന് ഈ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വള്ളങ്ങളൊന്നും പണിക്ക് പോകാൻ പറ്റാതെ, അതായത് ഇത്രയും ടൈമായി, സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടൈം വരെ പണിക്ക് പോകാൻ പറ്റാതെ, പുറത്തിറങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്ന ഒരു അസ്രായ വള്ളത്തിൽ ആൾക്കാർ കിടക്കും. അപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാതെ നമ്മുടെ വള്ളങ്ങളെല്ലാം ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പൊഴിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒന്നാമത് പേടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അടിത്തട്ടും, അതായത് മണ്ണ് പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വള്ളം ഓടിപ്പോകുന്ന കൂട്ടത്തിൽ തന്നെ തട്ടുകയും ചെയ്യും. രണ്ടാമത്തത് കടലടി. കടലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊഴിയിൽ അടിക്കുന്നത് പോലെ വേറെ ഒരു അടിയിലും അടിക്കത്തില്ല. അപ്പോൾ അത്രമാത്രം ടഫായിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മളെ മുതലപ്പൊഴിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. കടലടിക്കുന്ന ഭാഗം കണ്ട, ഏതൊക്കെ സ്ഥലത്ത് കടലടിക്കുന്നത് നോക്കിയാണ്. അവിടെ മാത്രമല്ല, എല്ലായിടത്തും അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അത് ചെറിയ സ്പേസിൽ കൂടെ ഓരോ വള്ളങ്ങളായിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു വള്ളം പോകുന്നു അതല്ലേ. എല്ലാം മുന്നേ ഓടിപ്പോയ ഒരു വള്ളം അവിടെ ഉറച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ മുന്നേ പോയ യാഹബീബി എന്ന് പറഞ്ഞിട്ടുള്ള വള്ളം ഇതിൻ്റെ അപ്പുറത്ത് ആ ഒരു വിലങ്ങി കിടക്കുന്നത്, അതായത് തിരമാല അടിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കറങ്ങി കിടപ്പുണ്ട്. അത് വള്ളം മണ്ണിൽ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ കാരിയർ കൊണ്ട് കെട്ടിയൊക്കെ വലിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ സീരിയസ്നെസ് ആർക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിലും ആ ബോട്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേരുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പാണ്. കാരണം അത്രയും മുട്ടിയിൽ ആർക്കും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കത്തില്ല. അത്രയ്ക്ക് എന്താ പറയുക, മനുഷ്യൻ്റെ വിലയില്ലാത്ത ഒരിതായി മാറി. വള്ളം ഇപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കറക്കിയേ പറ്റും അവർക്ക്. ഇപ്പം കാരിയർ കെട്ടി വലിക്കുന്നു. അയ്യോ, ഇങ്ങനെ പിടിച്ചാലേ നമ്മൾ അവൻ്റെ വള്ളം കാണിക്കുന്നത് വാരില് കടലിന്റെ പുറത്ത് വിട്ടുണ്ട് സർക്കസ് വാങ്ങിക്കണ്ട ആളെ. മണ്ണിൽ ഉറച്ചു കഴിഞ്ഞിരുന്നപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കറക്കി എടുക്കാനല്ലാതെ വേറെ വഴിയില്ല. തിരിഞ്ഞു ഇറങ്ങിയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ കല്ലിടുക. ഇത് നിരപ്പായിരുന്നു. അങ്ങനെ തന്നെ റിവേഴ്സ് എടുത്തിട്ട് പോകാനുള്ളതിന് ആ നിരപ്പായിരുന്നു. ആ സമയത്ത് റിവേഴ്സ് എടുത്തിട്ട് അങ്ങനെ പോകാനുള്ളതിന് ഈ വള്ളം.
സ്ലോ. മുത്തപ്പൻ മഹേന്ദ്രൻ മുത്തപ്പൻ എവിടെ ആയി 47 ഇത് തെളിഞ്ഞില്ല വാക്ക് കഴിയുന്നില്ല. അപ്പോൾ സമയം ഏകദേശം 8:30 ആയപ്പോഴേക്കും വെള്ളം ചെറുതായിട്ടൊന്ന് കരയ്ക്കോടി നോക്കുവാണ്. ഇത്രയും നേരം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ ഇട്ടുകൊണ്ട് കിടന്ന് ഇവിടെ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. പക്ഷെ മീനൊന്നും പിടിച്ചില്ല, അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. അത് ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പോയ ഉടനെ മീനൊന്നും കിട്ടത്തൊന്നുമില്ല. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഉച്ച ചിലപ്പോൾ വൈകിട്ടൊക്കെ ആവും മീൻ കിട്ടുന്ന സമയത്ത്. ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസവും അങ്ങനെയല്ല, പക്ഷേ കിട്ടുന്ന ദിവസങ്ങളിൽ കിട്ടും. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഒരുവിധം ഏത് സമയത്താണ് മീൻ കിട്ടുന്നതെന്നൊന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പണിയാണ് ഈ കടലിലെ പണി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉള്ളിലോട്ട് കിടന്ന് കാറ്റ് മഴ ഇത്രയൊക്കെ ചെറിയ കാറ്റ് മഴയൊക്കെ പോയി അതിനുശേഷമായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എന്നിരുന്നാൽ വീണ്ടും കരയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 2-3 കുറച്ച് വള്ളങ്ങൾ വല അടിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷം അനുസരിച്ച് നമ്മൾ കരയിൽ ഇറങ്ങിയപ്പോഴേക്കും ഇത്രയധികം വള്ളങ്ങൾ ഈ ഒരു ഭാഗത്ത് നിറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരാൾക്ക് മാത്രമല്ല ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇൻഫർമേഷൻ എല്ലാ വള്ളക്കാർക്കും ഒരേ ടൈമിൽ ഈ വള്ളം സംഭവം എൻ്റെ പിന്നാലെ കിടന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. ഈ സാധനത്തിൽ ഒരേ ടൈമിൽ തന്നെ എല്ലാ വള്ളക്കാർക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ആവും. അതുകൊണ്ട് തന്നെ വള്ളങ്ങളെല്ലാം വന്ന് നിറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ എന്തുമാത്രം വള്ളങ്ങളാണ് ഫുള്ള്. ഇനിയും ഏതായാലും നമ്മൾ വള്ളം വല അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. തൊട്ടടുത്തൊരു വള്ളം വല അടിച്ചിട്ടുണ്ടായിരുന്നു. ആ വള്ളത്തിൽ നിന്ന് പോയി കറിക്ക് മീനും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മീൻ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മീൻ കട്ട് ചെയ്ത് ഉള്ളിയും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വേറെ എന്തോ ആയിട്ടായിരുന്നു, എന്താ ഇഞ്ചി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീനും കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് അടിപൊളി കറി വയ്ക്കുന്നത് കാണാം. അതിന് നമ്മൾ തൊട്ടടുത്ത് കിടന്ന വള്ളം വല അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല അടിക്കുന്ന കണ്ടപ്പോഴേക്കും നമ്മളും കുറച്ചുകൂടെ കരയിലോട്ട് മാറി. ഇവിടെയും വേറെ ഒരു വള്ളം വല അടിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നമ്മളും കരയിലോട്ട് ഓടി നോക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ചാടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ഏതായാലും മീൻ കണ്ട വാഴ എന്നെ വല അടിച്ച് പോകും. ആളൊക്കെ ചാടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കമ്പൈൻ ഇതൊക്കെ എടുത്ത് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. വള്ളം മീൻ കണ്ടാണ് ക്യാമറയിൽ കണ്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തത്. അങ്ങനെ കറിയിലോട്ട് തിളയ്ക്കുന്ന കറിയിലോട്ട് മീനും കാര്യങ്ങളെല്ലാം എടുത്ത് തന്നെ തട്ടുവാണ്. അപ്പോൾ ചോറും കറിയും റെഡി ആയപ്പോഴേക്കും പ്ലേറ്റ് എടുത്തുകൊണ്ട് വരിവരിയായിട്ട് നിൽപ്പുണ്ട് ആൾക്കാർ.
ചെമ്മാൻ കറിയും കൂടിയാണ് നമ്മൾ. മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെമ്മാൻ തന്നെ. കുറവാണെന്ന് തോന്നുന്നു. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഏതായാലും ഞാൻ നിങ്ങളെ കഴിച്ച് ബോധിപ്പിക്കുന്നില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ മീനകത്ത് കിടപ്പുണ്ട്. നമ്മളെ വല അടിച്ച ആളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറ്റി പോക്ക് അപ്പൊ വല എടുത്ത ഉടനെ തന്നെ കമ്പ ഒഴിച്ച് വലിക്കുകയാണ് കേട്ടോ. വലയും കാര്യങ്ങളൊക്കെ ആർക്കും കാര്യങ്ങളെല്ലാം പൊക്കി വെച്ചിട്ട് ഇവിടെ 2 കമ്പയും ബീഞ്ചിലോട്ട് ചുറ്റി വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കി കിടക്കുന്ന വലകളെല്ലാം അതേപോലെ അങ്ങ് തിരിച്ച് വലിച്ചിടുകയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എഞ്ചിൻ്റെ പോപ്പുലറിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ആളെല്ലാം പരക്കെ കൂടെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അയില ഓടുന്നത് കണ്ടിട്ടാണ്. അയില മീൻ അവിടെ അണിയത്ത് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞ് ഓടുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ ക്യാമറയിൽ അത്രത്തോളം സൂമിങ്ങോ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് കാണിക്കാം. റോപ്പ് ബീഞ്ചിലിട്ട് വലിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ പമ്പരത്തിൽ, അതായത് നമ്മുടെ വീലിൽ തന്നെ ചുറ്റി വയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. പകുതി റോപ്പ് ഇതിൽ ചുറ്റി വയ്ക്കും, പകുതി റോപ്പ് അവിടെ വളച്ചു വയ്ക്കും. ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും ഇതിന് പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം വല അടിക്കുന്ന സമയത്തും ഇതുപോലെ ഓരോ റൊട്ടേഷനിൽ ആൾക്കാർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ ബീച്ചിൻ്റെ അടുത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അരക്കെ കൂടെ വല വലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിങ് കാല് കയറി കൊടുത്ത് തന്നെ വലയും കാര്യങ്ങളെല്ലാം വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വരയ്ക്കെ കൂടെ നിന്ന് ആൾക്കാർ വല വലിക്കാൻ തുടങ്ങി. ഏതാ അങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. നമ്മുടെ അയലക്കുട്ടന്മാർ കയറി വരുന്നുണ്ട്. ഓരോ ഇതിലായിട്ട് അവിടെ പിടിച്ചു വലി വല വലിക്കാൻ സ്ഥലമില്ല. പൊട്ടമായ കാതയാക്കല്ലേ അയില ഇപ്പഴത്തെ എടുത്തിട്ടാ ഒന്ന്
അങ്ങനെ വലയെല്ലാം ഒരുവിധം കയറി കോഴി കടവളത്തിൽ നമ്മൾ കോടൻ്റെ വല വന്നു കഴിഞ്ഞു. ആ ഫ്രണ്ടിലും കൂടെ കോടൻ്റെ വല വന്നാൽ മതി. ഇനി അധികം ഓടാൻ കാണുന്നില്ല. ഈശയുടെ ബാലി അപ്പൊ ഈ സൈഡിലത്തെ വല കയറിയതിനു ശേഷം അവിടുത്തെ അറിഞ്ഞും മുറിഞ്ഞിട്ട് മത്സരമായിട്ട് വലിയ വലിക്കാൻ അമ്പേറാ ഡിജെയുടെ സൗണ്ട് മാത്രമുണ്ട്. അപ്പൊ നമ്മുടെ വള്ളത്തിലോട്ട് വലയും കാര്യങ്ങളെല്ലാം എടുത്ത് കെട്ടി വെക്കുന്ന ഒരു കാഴ്ചയാണ്. അത് മീൻ മറിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല താഴോട്ട് പോകും, പിടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് വള്ളത്തിൽ ജോയിന്റ് ചെയ്ത് കെട്ടി വെക്കുന്ന ഒരു കാഴ്ചയാണ്. വലയെല്ലാം കയറി കഴിഞ്ഞ് നീതാ അയല ഓട്ടം മതി. എവിടെ നിന്ന് വലി ഓ അല്ല വലിച്ച ആദ്യത്തെ കോരൽ മാല് നിറച്ചങ്ങോട്ട് കോരിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ 2 കച്ചാല് കുത്തിയിട്ട് കഴിഞ്ഞു. ഞാൻ അടുത്തൊരു കച്ചാലും പോകും. മൊത്തത്തിൽ എത്ര കുട്ടയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. അത് കൊടുക്കുന്ന സമയത്ത് കാണാം. ഏതായാലും നമ്മൾ ഒരുപാട് മീൻ പ്രതീക്ഷിച്ച്, പക്ഷേ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യമെന്ന് പറയാം. ശനിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഒരു വല അടിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. വല അടിക്കാൻ പോലും മീൻ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതെങ്കിലും കിട്ടിയത് വലിയ ഭാഗ്യമല്ലേ. 3-ാം തള്ളിയിൽ അങ്ങനെ അവസാനത്തെ മീൻ വലിച്ചങ്ങോട്ട് മറിച്ചിടുകയാണ്. ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. 2 കള്ളിക്കുള്ള മീനാണ് 3 കള്ളിയിലായിട്ട് തട്ടിയിട്ടിരിക്കുന്നത്. അതെ, പിന്നെ എടുക്കാം. അങ്ങനെ മുതലപ്പൊഴിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. കിട്ടിയ മീനുകളെല്ലാം ഞാൻ കേരിയറിൽ കയറി. അപ്പോൾ ഈ മീനുകളും കൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോൾ റോപ്പെല്ലാം അഴിച്ചിട്ട് അവർ വല കഴുകി കയറ്റുന്ന സമയം കൊണ്ട് നമ്മൾ മീൻ വിറ്റിട്ട് റെഡി ആയിരിക്കണം. ചിലപ്പോൾ 2ാമത് വല അടിക്കുമോ ജോബ്? അടിക്കല്ലേ? അപ്പോൾ 2ാമത് വല അടിക്കും. ഞാൻ മിക്കവാറും ഈ വീഡിയോ പോയി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ മുതലപ്പൊഴിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളെ ചെറിയ വള്ളത്തിരിക്കുമ്പോൾ ഇതൊത്തിരി വലിയ കടലായിട്ട്, നമ്മൾ ചെറിയതായിട്ട് അടിച്ചാലും അത് വലിയൊരു കടലായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ശക്തിയായിട്ട് പോകും.
പോ. അപ്പോൾ ഇത് വെയിറ്റ് ഉള്ള വള്ളമല്ലേ? ഉഴവിനൂടിടാ. വലിയ സീനില്ല, വലിയ കുഴപ്പമില്ല അത്. ഹാർബറിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് മീനിലെല്ലാം വെള്ളം, അപ്പോൾ നമ്മൾ മീനിൽ വെള്ളം ഒഴിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടയറും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് തൊട്ടിയിൽ മീനിൽ വെള്ളം നിറയെ ഒഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും മുട്ടയെ. അപ്പോൾ നമ്മളെ അവസ്ഥ ഉണ്ടല്ലോ, ഇപ്പോൾ തിരിച്ച് വന്ന സമയത്ത് കടലിൻ്റെ കൂടെ ഓടിയിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോഴത്തെ അടുത്തോടി തിരമാല അടിച്ചു പോയത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. നമ്മൾ ചെറിയ വള്ളങ്ങളിലൊക്കെ പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ എന്ന് വെച്ചാൽ ഒരു ചെറിയ തിരമാലയാണെങ്കിലും അത് വലിയ രീതിയിൽ നമുക്ക് കാണും. അത്രയ്ക്ക് പറഞ്ഞെടുത്തില്ലായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ പണിക്ക് ഡെയിലി പോയി വരുന്നത്. അപ്പോൾ ഏതായാലും മീൻ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മീൻ കച്ചവടം കൂടെ ഞാൻ ഏതായാലും കാണിക്കാം. എത്ര രൂപയ്ക്കാണ് നമ്മൾ കുട്ടയ്ക്ക് വണ്ടിക്കാർ കാണും, വണ്ടിക്കാർ ലോഡുകാരാണ്. അപ്പോൾ അവർക്കായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിലയായിരിക്കും വിളിക്കുന്നത്. ഒരു പ്രാവശ്യം വില വിളിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീനുകൾ വാരി തട്ടത്തേ ഉള്ളൂ. പെട്ടിയിൽ അങ്ങ് തട്ടി അവർ ബോക്സ് ചെയ്ത് ഐസ് ചെയ്ത് കൊണ്ടുപോകും. ഏതായാലും നമ്മുടെ ഹാർബർ സെൻറ്റ് മൈക്കിളെ ഓക്കെ ഹാർബർ എത്തി. കുറച്ച് വള്ളങ്ങളെല്ലാം മീൻ വിറ്റ് കഴിഞ്ഞിട്ടൊക്കെ വള്ളമൊക്കെ കഴുകിയിടുന്നുണ്ട്. ഓക്കെ കച്ചവടക്കാർ വന്നു. ആദ്യം ലേലം വിളിക്കും. ലേലം വിളിച്ചതിന് ശേഷമായിരിക്കും മീൻ വറച്ചു കൊടുക്കുന്നത്. ഓരോ നാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻ ലേലം വിളിയായിരിക്കും. നമ്മുടെ നാട്ടിൽ മീൻ ലേലം വിളിക്കുന്നത് എത്രയാണെന്നുള്ളത് കാണാം. 3000 3100 ഹലോ 4000 ഉറപ്പുണ്ട് 200 അങ്ങനെ നമ്മുടെ വള്ളത്തിലെ മീൻ, ഒരു കളിയിലെ മീൻ വാരി തീർന്നു. ഇനി അടുത്ത മീനുകൾ വാരി കുട്ടയിൽ പെട്ടിയിലോട്ട് തട്ടിയതിന് ശേഷം അവിടെ നിന്ന് കിലോയ്ക്ക് തൂക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം മീൻ കിലോയ്ക്ക് നമ്മൾ തൂക്കി അങ്ങ് കൊടുക്കുകയാണ്. 30 കിലോയാണ് എടുക്കുന്നത്. 30 കിലോയിൽ 25 കിലോ ആയിരിക്കും, ബാക്കി 5 കിലോ കുറപ്പ് പോകും. അപ്പോൾ 30 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4700 രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ഇതും കൂട്ടി
അതും കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ 70, ഇല്ലെങ്കിൽ 69 ബോക്സ്. ഓക്കെ, 70 കിട്ടും പോലെ. 70 ബോക്സ് കിട്ടുവാണെങ്കിൽ ഭാഗ്യം, തികയ്ക്കാമല്ലോ. മീനെല്ലാം കൊടുത്തിയോ? ഓക്കെ, അതിന് മീനെല്ലാം വിറ്റ് ചേർന്നിട്ടുണ്ട്. തീർന്നാടാ? കറക്കിയെടുത്താ? കറക്കില്ല. അങ്ങനെ മീനെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 2,80,000 രൂപയ്ക്കാണ് നമുക്ക് അയല കിട്ടിയത്. ഓരോരോ വള്ളങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടി. നമുക്ക് ഇച്ചിരി കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നഷ്ടമില്ലാത്ത പണിയാണ്. അപ്പോൾ ഈ മീനും കാര്യങ്ങളെല്ലാം വിലയുടെ കൊട്ടാണ് ഇത്രയും നമുക്ക് കിട്ടിയത്. ഇല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയും കൂടെ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ചത്ത്. പട്ടിപ്പണിയൊന്നും വേണമെങ്കിൽ പറയാം, ജീവൻ പണയം വെച്ചിട്ടുള്ള പട്ടിപ്പണി. എന്താ എല്ലാം വേണമെങ്കിൽ പോയി ചായക്കടയിൽ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.